everybody. Today is a Sunday. നമ്മൾ ഇന്നലത്തെ ദിവസം അവസാനിപ്പിച്ചിട്ട് ഇന്നും വീണ്ടും നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് അജണ്ട ഒന്നുമില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ പ്ലാൻ ചെയ്യാതെ എല്ലാം പ്ലാൻ പണി പോകുന്ന ആൾക്കാരാണ്. ഇന്നിവിടെ നമ്മൾ നമ്മുടെ ടൗണിൽ തന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണും. ഇന്നലെ വന്ന കൂട്ടുകാർ ഇന്നും ഉണ്ട് നമ്മുടെ കൂടെ. ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇവിടുത്തെ കയാക്കിംഗ് ആണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു ലേക്കും വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയാക്ക് ഇങ്ങനത്തെ ഈ കാണുന്ന ബോട്ട് എന്നല്ല കയാക്ക് എന്നൊക്കെ തന്നെ പറയുന്നത്. അത് നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അത് ബുക്ക് ചെയ്തത്. 2 പേർക്ക് ചേർന്നിരുന്നിട്ട് തുഴയാൻ വേണ്ടിയിട്ടുള്ള സാധനം എടുത്ത്, ബിക്കോസ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ എക്സോസ്റ്റഡ് ആവും. അപ്പോൾ 2 എണ്ണം വെച്ചിട്ടുള്ള 2 കയാക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതൊന്ന് റെൻറ്റിന് എടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ വെള്ളത്തിലോട്ട് പോകും. യു ഗൈസ് നോ ഹൗ മച്ച് ഐ ലവ് വാട്ടർ. പക്ഷെ എനിക്ക് സ്വിമ്മിംഗ് ഒന്നും അറിയില്ല. ബട്ട് ഇത് കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കും. പക്ഷെ തുഴഞ്ഞു ക്ഷീണിക്കാതിരുന്നാൽ കാണാം. നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഐ കീപ് ട്രൈ ടു ഫിലിം സം ഷോർട്ട് ക്ലിപ്സ്. എന്തായാലും പോയി നോക്കാം. ആ സൈഡിലോട്ടാണ് വാട്ടർഫാൾസ് ഉള്ളത്. വാ കാണിച്ചു തരാം. പിന്നെ ഈ സ്ഥാപനം റൺ ചെയ്യുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോവർക്കറിൻ്റെ സഹോദരനാണ്, ബ്രദറാണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഫേമസ് പ്ലേസ്. ഇവിടെ പലതരത്തിലുള്ള കയാക്കുകൾ കിട്ടുന്നതാണ്. പല പേരാണ് അതിനെ പറയുന്നത്. എനിക്ക് അത്ര വലിയ പിടുത്തമില്ല. പാഡിൽ ബോട്ട്സ് ഉണ്ട്, 2 പേർക്കുള്ള കയാക്ക് ബോട്ടുണ്ട്, നിന്ന് തുഴയുന്ന സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇതിൻ്റെ ലേക്കിൻ്റെ സൈഡ് തന്നെ ആയിട്ടുള്ളതുകൊണ്ട് അവർ അവിടെ നിന്ന് ഇറക്കി തരും. നമ്മളതിങ്ങനെ തുഴഞ്ഞ് വാട്ടർഫോൾസിൻ്റെ അങ്ങേ അറ്റം വരെ നമ്മൾ പോകും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരും. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ലൈക്ക് 1 hour പ്രോബബ്ലി, അറിയില്ല. ബട്ട് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ്സ് ഓൾമോസ്റ്റ് 10:30. 11 o'clock നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് മസാല ദോശ, സാമ്പാർ, ചട്നിയൊക്കെ ഉണ്ടാക്കി നമ്മൾ വയറ് ഫുള്ളാക്കി കഴിച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. വാട്ട് എ പെർഫെക്റ്റ് വേ ടു സ്റ്റാർട്ട് എ സൺഡേ അല്ലേ? ഇത്രയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടെ വിശേഷം. ഞങ്ങൾ ഇന്നലെ കയാക്കിന് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. താങ്ക് യു. ഇതൊക്കെ നീ താഴ്ന്നു, ഞാൻ കുറച്ച് നേരം വീഡിയോ എടുക്കാം. ഓക്കേടാ, അറ്റത്തുനിന്ന് കാണാം. ലെഫ്റ്റ് സൈഡ് തുഴഞ്ഞോണ്ടിരി. അത് 4 പേർക്കുള്ളതാണോ? അല്ല, അതല്ല, 2 പേര്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു ബോർഡാണ്. അതിനകത്ത് നമ്മൾ നിന്നിട്ട് തുഴയണം. എടാ, നിങ്ങൾ ഫോളിൽ വരുമോ? ആ, അപ്പൊ ഇതൊക്കെ ഓറഞ്ച്, യെല്ലോ, റെഡ് ആയിരിക്കും. ഞാൻ രീതിയിലല്ല. ഞാനൊരു കാര്യം പറയട്ടോ, ഇവിടെ നിന്ന് ഇനി 4 കിലോമീറ്റർ ഉണ്ട് ഫോൾസിൽ. നമുക്ക് ഇവിടെ തിരിക്കാം. നമ്മൾ ഇവിടെ വരെ എത്തി ഗൈസ്. നമ്മളിനി ഒന്നും ചെയ്യണ്ട, കാരണം നമ്മൾ വാട്ടർഫോൾസിന്റെ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ തുഴയാതെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഡയറക്ഷൻ മാത്രം തിരിച്ചു കൊടുത്താൽ മതി. ബട്ട് ഇറ്റ് നൈസ്. ഒന്ന് നോക്കി വ്യൂ നോക്കിയേ, അടിപൊളി വ്യൂ ആണ്. ഇതൊക്കെ ഉണ്ടല്ലോ ഇനി ഓട്ടം ഫോൾ സീസണിൽ കാണണം. ഈ കാട് മൊത്തം ഓറഞ്ച്, മഞ്ഞ, റെഡ് കളറായിരിക്കും. സൂപ്പറായി. അതിനകത്ത് ഒരു നല്ല സണ്ണി ഡേ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ കളറൊക്കെ ഈ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. ചിത്രം വരച്ച് വെച്ച പോലെയുണ്ട്. നമ്മുടെ പണ്ടത്തെ നോട്ട്ബുക്കിൻ്റെ കവർ വാൾപേപ്പർ ഉണ്ടാവില്ലേ, അതുപോലൊരു ഇമേജാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ്. ഇവരതുപോലെ മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. വെള്ളം നോക്കിയേ,
നമ്മുടെ നാട്ടിൽ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ പറ്റും. നമ്മൾ ഇത്ര നേരം തുഴയുമ്പോഴൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ പറയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും രീതിയിൽ നമ്മൾ പൊല്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ ആ കാര്യത്തിലൊക്കെ കനേഡിയൻസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. സോ ദേ റിയലി ലവ് നേച്ചർ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിനും ചെയ്യും. Oh my goodness guys, we had so much fun. So much fun എന്ന് വെച്ചാൽ so much fun. ഏകദേശം 11 മണിക്ക് ബുക്ക് ചെയ്തിട്ട് നമ്മൾ 2 മണിക്കൂറിന്റെ ആയിരുന്നു കയാക്ക് ബുക്ക് ചെയ്ത്. 2 മണിക്കൂർ നമ്മൾ തുഴഞ്ഞു കേട്ടോ. 2 മണിക്കൂറിൽ കൂടുതൽ തുഴഞ്ഞു. വെള്ളത്തിന്റെ ഫോഴ്സിന് കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും തുഴഞ്ഞു, സെയിം ഡയറക്ഷനിലും തുഴഞ്ഞു. ആദ്യം കുറെ നേരം തുഴയുന്ന സമയത്ത് കയ്യൊക്കെ ഭയങ്കര വേദനിക്കുന്നുണ്ട്. പിന്നെ അത് ശീലമായി. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയി തുഴഞ്ഞുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. തക്കു ഞാനും മാത്രമാണ് ഒരു ബോട്ടിലുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ തുഴയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ഡയറക്ഷൻ ഒക്കെ മാറിയപ്പോ ഇങ്ങനെ ഒരു മരത്തിലൊക്കെ ഇങ്ങനെ ഇടിച്ചോ ഇടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പൊ കുറച്ച് തക്കു ടെൻഷൻ പറഞ്ഞു പോയാ ഇടിച്ചു കയറ്റിട്ട് ഇടിച്ചു ഇടിച്ചില്ല എന്ന് പറഞ്ഞു പോയി. അപ്പൊ കുറച്ചു നേരം തക്കു ടെൻഷനായി. പിന്നെ ഞാൻ ഡയറക്ഷൻ മാറ്റി. ഇപ്പൊ മനസ്സിലായടാ യൂട്യൂബ് വീഡിയോയുടെ പ്രശ്നം. ഞാൻ ടെൻഷനായിരുന്നു. അവിടെ കിടന്ന കാറ് വിളിച്ച് അയ്യോ അമ്മയെന്ന് പറഞ്ഞ് കാറ് വിളിച്ചിട്ട് ഞാൻ ടെൻഷനായിരുന്നു. കുറച്ചു നേരത്തേക്ക് ഞാൻ ഇങ്ങനെ തുഴഞ്ഞു വരുവാണോ. അപ്പൊ ഒരു മരം ഇങ്ങനെ വീട് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു തക്കു എന്താ നോക്കാതെ തുഴയുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു തക്കു കുറച്ച് സാഹസികം കാണിക്കണമെന്ന് വിചാരിച്ച് നേരെ പോകും. പിന്നെ ഞാൻ തക്കൂന്ന് വിളിച്ചപ്പോ മരം എന്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിരുന്നു. തക്കൂന്ന് വിളിച്ചപ്പോഴത്തേക്കും തക്കു നോക്കുമ്പോഴത്തേക്കും എന്താ മരം അങ്ങ് കേറി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു തക്കു സാഹസികം കൂടിയതല്ല, തക്കു ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിയതായിരുന്നു. We had so much fun. നമ്മള് കരയ്ക്ക് മീൻസ് ലേക്കിന് അക്കരയും ഇക്കരയും 2 സൈഡും പോയായിരുന്നു. എന്ത് പറയട്ടെ, കനേഡിയൻസിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ സമ്മർ ആകുമ്പോ എല്ലാ വീട്ടിലും ഒരു കാറുള്ള പോലെയാണ്. എല്ലാ വീട്ടിലും ബോട്ട് ഉണ്ടാവും, കയാക്കിംഗ് ഉണ്ടാവും. അവരുടെ വീട്ടിന്റെ ലേക്ക് സൈഡൊക്കെ ആണെങ്കിൽ അവരുടെ താഴെയായിട്ട് ഡെക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ്. പിന്നെ വെള്ളവുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. വാട്ടർ ആക്ടിവിറ്റി. വി ഹാഡ് സോ മച്ച് ഫൺ. അതിനുശേഷം എല്ലാവർക്കും ചെറുതായിട്ട് ഭയങ്കര കലറീസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വന്നു. വിശന്നപ്പോ വീട്ടിൽ കയറി ഇന്നലെ ഉണ്ടാക്കിയ നല്ല ചോറും സാമ്പാറും ക്യാബേജ് തോരനും ചിക്കൻ പോർക്ക് കൂട്ടി നല്ല അടി അടിച്ചു. കുറച്ച് ഐസ്ക്രീമും കഴിച്ചു. അപ്പൊ എല്ലാവരും ഫുള്ളാണ്. തൊട്ടടുത്ത് തന്നെ ഒരു 30 കിലോമീറ്റർ അപ്പുറമായിട്ട് നമുക്കൊരു ലയൺസ് ലുക്കൗട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ മുകളിലൊരു ഹില്ലാണ്. കുറച്ചൊന്ന് ഹൈക്ക് ചെയ്തിട്ട് അവിടെ മുകളിൽ പോയി നോക്കുമ്പോ താഴെ ഈ കാണുന്ന സിറ്റി കംപ്ലീറ്റ് പ്രദേശം നമുക്ക് കാണാൻ പറ്റും. അത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ അവിടെ പോവാന്നാ കണ്ടേ. അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോവാന്ന് വിചാരിച്ചു. പറ്റുവാണെങ്കിൽ അവിടുത്തെ ഡൗൺ ടൗൺ കൂടെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യും. അവരെങ്ങനെ പോവണോ? പോവല്ലേ. നമ്മളെ ഈ മുട്ടക്കുന്നിലേക്ക് എങ്ങനെ കേറും? ശരിക്കും ഇങ്ങനെ മുട്ടോട് നമ്മൾ ഇടിക്കുന്ന പോലെ അതിന്റെ കയറ്റം. നോക്കിയേ അല്ലേ അമ്മേ. പക്ഷെ നല്ല രസമുണ്ട് അറ്റ്മോസ്ഫിയർ. ഞങ്ങളിങ്ങനെ പറഞ്ഞു വരുമായിരുന്നേ. ഇപ്പൊ കാനഡയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഇപ്പോ ഇത്രയും ദൂരം നമ്മൾ പോകുന്നു, ഇത്രയും സ്ഥലങ്ങൾ കാണുന്നു. ബട്ട് അങ്ങനെ വലിയ മനുഷ്യക്കുഞ്ഞിനൊന്നും കാണാറില്ല. ഇവിടെ പോപ്പുലേഷനും കുറഞ്ഞുകൊണ്ടും കൂടുതൽ നോർത്തിലേക്കൊക്കെ പോകുമ്പോഴും ആൾക്കാരില്ലല്ലോ. ഇവിടെ അധികം ആൾക്കാരെ കാണില്ല. നമ്മുടെ നാട് പോലെയല്ല. അപ്പൊ നമ്മൾ പറയായിരുന്നു നമുക്കിപ്പോ ഭയങ്കരമായിട്ട് ഈ പ്രൈവറ്റ് ലൈഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, പ്രൈവസി ഇഷ്ടപ്പെടുന്നു. ക്രൗഡഡ് ആയിട്ടുള്ള എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫ് ഇഷ്ടപ്പെടുന്നു, പ്രൈവസി ഇഷ്ടപ്പെടുന്നു. ക്രൗഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോകാൻ ഇഷ്ടമല്ല. സിറ്റിയിലേക്കൊന്നും ആലോചിക്കാൻ പോലും അയ്യോ അയ്യോ. ഈ ഒരു മുട്ടക്കുന്ന് കയറിയുള്ള എന്റെ അമ്മച്ചി ഇവര് മനഃപൂർവ്വം നിർത്താതെ നമ്മളെ കൊണ്ട് നടത്തിച്ചതാ ഗൈസ്.
ഇവിടെ കാണുന്ന പല സ്ഥലങ്ങളും ഇല്ല, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പലരുടെയും വീട്ടിന് പുറകിലുള്ള ഡെക്കുകളായി കാണുന്നത്. നോക്കി അവർക്ക് ഓരോരുത്തർക്കും ബോട്ടുണ്ട്. അവർ സ്വന്തമായ ഒരു ഫൗണ്ടൈൻ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം നന്നായി കാണുന്നുണ്ടെന്ന് അറിയില്ല. ഹലോ ഗൈസ്, സോ നമ്മൾ അവിടുത്തെ ലുക്കൗട്ട് വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മളെ തൊട്ടടുത്തുള്ള ഡൗൺ ടൗണിൽ നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇങ്ങോട്ടാണെന്നോ ഒരു ലക്ഷ്യമൊന്നും ഇല്ല, ഇങ്ങനെ നടക്കാം. പക്ഷെ ഇതൊരു വൈബാണ്. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൗണിന്റെ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ മെയിൻ കുറച്ചൊരു വിന്റേജ് ലുക്കൊക്കെ ഉള്ള പുരാതനമായ കെട്ടിടങ്ങളൊക്കെ ഉള്ള, അതായത് ഓൾഡ് പണ്ടത്തെ ആൾക്കാർ കെട്ടി വെച്ചാൽ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള വ്യൂസ് ആണ് ഇവിടെ. ഇവിടെ കാണുന്ന ഓരോ സ്റ്റോറും ഇവിടെ ഉള്ള ലോക്കൽസിന്റെ ആണ് കേട്ടോ. ഇവിടെ തന്നെ താമസിക്കുന്നവരുടെ ഒരു വെൻഡിങ്, അതായത് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആയിരിക്കും. ബട്ട് നമ്മുടെ നാട്ടിൽ ലോക്കലായിട്ട് ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അതിനെന്താ ഭയങ്കര വില കുറവായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ലോക്കലായിട്ട് ഒരു സാധനം വാങ്ങിക്കണം, അതിന് ഭയങ്കര എക്സ്പെൻസ് ആണ്. അവിടെ വെച്ചിരിക്കുന്ന ലൈറ്റ്സ് ഒക്കെ ഈ മൂസിന്റെ കൊമ്പിൽ ഇരിക്കുന്ന പോലെ ഉണ്ട്. ഇവിടെ ഇതിനൊക്കെ ലൈസൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുന്ന സമയത്ത് ഈ മൂസിന്റെ ബോഡിയില്ലേ തലയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി, നൈസ് പ്ലേസ്. Try this pastry. ഇതിന്റെ പേരെന്താ ചേട്ടാ? പിസ്താഷ്യോ ബീവർ ടെയിലോ? Pistachio beaver tail. Pistachio is one of my favorite flavor. I'm going to try this one. കൊള്ളാം, നല്ല ചൂട് സാധനം. അല്ല, എന്നെ ഒരു ഡ്രിങ്ക് ബാക്കി. ഇതെന്താ സ്ലഷിയാണോ? എടാ ഇതെന്താ ഫ്ലേവർ? സ്ട്രോബെറിയാ? ശരി, എനിക്ക് പുളിപ്പ് ഇഷ്ടം. നല്ല പുളിയുള്ള സാധനം. ചവർക്കുന്നു. ഇതെന്താ ഓറഞ്ചാണോ? ഇങ്ങനെ തോന്നി ഇങ്ങനെ ഓർഡർ ചെയ്യാൻ. ഞാൻ 2 ചേർത്ത് അടിച്ചു നോക്കട്ടെ. പുളിപ്പുണ്ട്, മധുരമുണ്ട്. പല്ലൊക്കെ പൊളിക്കുന്നു. ഞാൻ പിടിച്ചോ, ഞാൻ തന്നെ കുടിച്ചോ. നന്നായിട്ടുണ്ട്. എപ്പോഴും ഞാൻ ലാസ്റ്റ് വീട്ടിൽ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഒരു ചെറിയ ബൈറ്റ് എടുത്താ
ഇപ്പൊ കാനഡ വന്നിട്ട് ബീവർ ടൈൽസ് നിന്ന് പേസ്ട്രി കഴിച്ചില്ല എന്ന് വേണ്ട, കഴിച്ചു. നമ്മളിവിടെ എവിടെയാണ്? ഈ പാലമാണ് ആ പാലം. ഈ നോക്കുന്ന നോട്ടം കണ്ട ഇപ്പൊ ഒരു വീട് വാങ്ങിക്കുന്നത് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. എന്റെ കാശ് ഉണ്ടെങ്കിൽ ഞാൻ വാരി എറിഞ്ഞേനെ. ആരായാലും അങ്ങനെ തന്നെ ഇല്ലേ ഇതൊക്കെ. കാശില്ല. രണ്ടുപേരും ഇരുന്ന് നോക്കണം. കാരണം ഈ സമ്മറിൽ കാനഡയിൽ ഇങ്ങനെ ഒരു വലിയ പറമ്പിലൊരു വീടൊക്കെ വെച്ച് കായൽ തീരത്തൊക്കെ ചിൽ ചെയ്യാൻ ഭയങ്കര രസമാണ്. സൈഡിൽ നിന്ന് വന്നില്ല. നമ്മൾ അവിടുത്തെ ഡൗൺ ടൗണിന്നൊക്കെ ചുറ്റിക്കറങ്ങി അവിടെയുള്ള ബീച്ച് സൈഡും ഒക്കെ കറങ്ങിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള ഒരു ഫോൾസിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതൊക്കെ വ്യൂ. ഇതിന്റെ പേരാണ് ഹൈ ഫോൾസ്. മോളിൽ നിന്ന് വെള്ളച്ചാട്ടം ഇങ്ങനെ താഴോട്ട് പോവാണ് കേട്ടോ. അതിന്റെ താഴത്തായിട്ട് ഒരുപാട് പേര് അവിടെ കയാക്ക് ചെയ്യുന്നുണ്ട്, ബോട്ട് ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. ഇതിന് തൊട്ട് താഴെ നോക്കി ഇവിടെ കുറെ പേര് കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇവിടെ നിൽക്കുന്നുണ്ട് കുറെ പേര്. നൈസ് ഡേ, നൈസ് വെതർ. അവിടെ ചെറിയൊരു ഡാം പോലെ കേട്ടോ. നമ്മുടെ നാട്ടില് വലിയ വലിയ ഡാം പോലെ ഒന്നും അല്ല ഇവരിവിടെ കെട്ടിവെക്കുന്നത്. ഒരു ചെറിയൊരു ലേക്ക് കുറുകെ മുറിച്ചിട്ട് നമ്മളൊരു ബണ്ട് കെട്ടില്ലേ, അതിനെയാണ് ഇവരുടെ ഡാം എന്ന് പറയുന്നത്. അപ്പൊ തൊട്ട് മുകളിലായിട്ട് ഒരു ഡാം ഉണ്ട്. ഈ വെള്ളത്തിന്റെ ഒച്ച കേട്ടിരിക്കാൻ തന്നെ പ്രത്യേക രസമാണ്. ഈ ഫാൾസിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ വെള്ളത്തിന്റെ ഒരു ചെറിയ ചാറ്റൽ ശരീരത്തിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. കാണാൻ ഫീൽ ചെയ്യാൻ ഭയങ്കര രസമുണ്ട്. ഞാൻ പറഞ്ഞത് ഫോൾസിന് ഇറങ്ങി. പക്ഷേ ഫോൾസിന് തൊട്ടടുത്തായിട്ട് തന്നെ ഈ കാട്ടിനകത്തൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കടയുണ്ട് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര നൈസാണ്. കുറച്ചും കൂടെ വിവരത്തോടെയൊക്കെ നമ്മുടെ പ്രായത്തിൽ വിവരത്തോടെയൊക്കെ സംസാരിച്ചൊരു കനേഡിയനെ ഞാനിവിടെ വന്നപ്പോഴാണ് കണ്ടത്. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ പോയി എന്തായാലും അതിലൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മളന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്ന ദിവസത്തേക്ക് പുള്ളിയുടെ കടയിൽ ഒന്നുകൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഏത് സ്പോട്ടിൽ വന്നാലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ സെയിം ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കുറേ ചൈനക്കാരൊക്കെയാണ്. ബിക്കോസ് ഈ വൈറ്റ്സൊക്കെ കനേഡിയൻസൊക്കെ ഇങ്ങനെ ഹോളിഡേയ്സ് വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കട അടച്ചു. ഞാൻ ആ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതായിരുന്നു കേട്ടോ കട. ചുറ്റും റിസോർട്ടുകളും ബീച്ചിങ് പ്ലേസും ഒക്കെ ഉണ്ട്. ബട്ട് ഓക്കെ, കാട്ടിനകത്തോടുള്ളൊരു നടത്തം വൃത്തിട്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത് പാലമില്ലായിരുന്നു കേട്ടോ, ഒരു മരത്തടിയായിരുന്നു. മരത്തടിയുടെ മുകളിലൂടെ നമ്മളിങ്ങനെ നടന്നേ.
നടന്നതൊക്കെ ഇനി തിരിച്ച് മുകളിലോട്ട് കയറണല്ലോ. റിയലി ബ്രെത്ത് ടേക്കിംഗ്, അങ്ങനെ വേണം പറയാൻ. നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നത് വാൾമാർട്ടിലാണ്. എന്താണ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളുടെ PS5ക്ക് ഒരു ജോയ്സ്റ്റിക്ക് കൂടെ വാങ്ങിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന കൂട്ടുകാരൻ തക്കുവിൻ്റെ പഴയ പ്ലേമേറ്റ് ആയിരുന്നു. സോ ഹി വോണ്ട് ടു പ്ലേ വിത്ത്. അങ്ങനെയില്ല, മനസ്സിലായല്ലോ അല്ലേ? സോ ഹി വാണ്ട് ടു ബൈ എ ജോയ്സ്റ്റിക്ക്. എന്നിട്ട് അവർക്ക് ഒരുമിച്ചിരുന്ന് കളിക്കണോ. അപ്പം എൻ്റെ ആവശ്യമൊക്കെ ആയിരുന്നു ഇങ്ങനെ പുറത്തോട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളത്. ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കണം, PS5 ഗെയിം കളിക്കണം, അല്ലാതെ വേറെ കളിക്കില്ല. അയ്യേ, മൊത്തം ഡബിൾ മീനിങ്ങാ. സെൻസർ ബോർഡ് ആ പാട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത്. എനിവേ, വി ആർ ഹിയർ ടു ബൈ എ ജോയ്സ്റ്റിക് ടു പ്ലേ എ ഗെയിം ഫോർ രാഹുൽ വിത്ത് ഹിസ് ഫ്രണ്ട്. നമുക്കിത് വാങ്ങിക്കാം, എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. സോ പ്രോബബ്ലി വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. ഇനി എന്താണ് ഒന്നും പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് ഈ ദിവസം മുന്നോട്ട് പോകുന്നതെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സോ വി ആർ ഫൈനലി ഹിയർ, വി ആർ ഗോയിങ് ടു ബൈ ദിസ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ അസോസിയേറ്റ് ടു കം ആൻഡ് ഹെൽപ്പ് us. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ല. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. കുറേ സ്ഥലങ്ങൾ പോയി, കുറേ നടന്നു കറങ്ങി ടയർഡായി. എത്ര സ്റ്റെപ്സ് പോയിട്ടുണ്ടാവും. എൻ്റെ ഇടയിൽ വാച്ച് ഡൈ ആയിപ്പോയി, ഒന്നും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എനിവേ, ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് വീഡിയോ ഗൈസ്. വീണ്ടും ഒരു രസകരമായ വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം. അതുവരേക്കും ബൈ.